ജേതാവ് ആലപ്പുഴയിലാണ്. ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത്തിനാണ് ഓണം ബമ്പർ അടിച്ചിരിക്കുന്നത്. ടിക്കറ്റ് എടുത്തത് കൊച്ചി നെട്ടൂരിൽ നിന്ന്. നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, ഒടുവിൽ ആ ഭാഗ്യശാലിയെ കണ്ടെത്തി. ഇന്നലെ വരെയൊക്കെ വലിയ അഭ്യൂഹങ്ങളായിരുന്നു, ഇതുവരെയും വലിയ അഭ്യൂഹങ്ങളായിരുന്നു. സ്ത്രീയാണെന്ന് പറയുന്നു, വീട്ടമ്മയാണെന്ന് പറയുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾക്കൊക്കെ അവസാനമായിരിക്കുന്നു. ഭാഗ്യശാലിയെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണല്ലേ? ലക്ഷ്മി, തീർച്ചയായും എല്ലാവരും കാത്തിരുന്ന ഓണം ബമ്പർ ജേതാവിനെ ഇതിനോടകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ തുറവൂരിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. ശരത് എസ് നായർ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം നെട്ടൂരിലുള്ള ഒരു പെയിന്റ് കടയിലെ ജീവനക്കാരനാണ്. ഈ ലോട്ടറി അടിച്ചതിന് പിറ്റേ ദിവസവും ഇദ്ദേഹം സ്ഥാപനത്തിൽ എത്തിയിരുന്നു. ഈ സ്ഥാപനത്തിൽ ഇദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന പോലും ഇദ്ദേഹത്തിനാണ് ഈ ഒരു ബമ്പർ അടിച്ചിരുന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിലവിൽ തുറവൂരുള്ള SBIയിലാണ് അദ്ദേഹം ടിക്കറ്റ് കൈമാറിയിരിക്കുന്നത്. എന്തായാലും എവരും കാത്തിരുന്ന വിജയാണ് ഇപ്പോൾ നിലവിൽ വെളിവായിരിക്കുന്നത്. അതായത് നെട്ടൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കൊച്ചി നെട്ടൂരിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഈ ടിക്കറ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ടിക്കറ്റ് തുറവൂരുള്ള SBIയിൽ കൈമാറിയിട്ടുണ്ട്. ലക്ഷ്മി, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമോ മനീഷ്? നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഇപ്പോ? നിലവിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടില്ല. പക്ഷേ വേഗത്തിൽ തന്നെ നമുക്ക് അദ്ദേഹത്തോട് എത്താൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഈ തുറവിലേക്കുള്ള യാത്രയാണ്. വൈകാതെ തന്നെ അദ്ദേഹത്തിന് താല്പര്യം കൂടി ഉണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 25 കോടിയുടെ ബമ്പറാണ് അദ്ദേഹത്തിന് അടിച്ചിട്ടുള്ളത്. ഈ ബമ്പർ ലഭിച്ചതിന് ശേഷവും അദ്ദേഹം ഈ പറയുന്ന നെട്ടൂരിലുള്ള ഈ പെയിന്റ് കടയിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാർത്തകളിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അടക്കം തങ്ങൾക്കൊപ്പം ജോലി ചെയ്തത് ഒരു ബമ്പർ ജേതാവാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. ഈ നെട്ടൂര് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനമുള്ളത്. നെട്ടൂരിലെ ഒരു പെയിന്റ് കടയിലാണ് അദ്ദേഹം ഏറെക്കാലമായി ജോലി ചെയ്ത് വരുന്നത്. തുറവൂർ ഏതായാലും അദ്ദേഹം ശരത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന മുറയ്ക്ക് നമുക്ക് ശരത്തിനെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. എല്ലാവർക്കും ആകാംക്ഷയുണ്ട്, എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഭാഗ്യശാലി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ. നെട്ടൂരിലെ ഒരു പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത്. ആ പെയിന്റ് കടയിൽ നിന്ന് ഇപ്പോൾ അനിൽ ആണ് ചേരുന്നത്. അനിൽ, ഇന്നലെയൊക്കെ ഒരു സ്ത്രീക്കാണ് ബമ്പർ അടിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പ്രതി കുറച്ച് സന്തോഷിച്ചായിരുന്നു. ഒരു സ്ത്രീക്ക് ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയതിലൊക്കെ. ഏതായാലും ഇപ്പോൾ മറ്റൊരു സാധാരണക്കാരനായ വ്യക്തിക്ക് തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത്. അത് ഒരു പെയിന്റ് കടയിലെ ജീവനക്കാരനാണ്. ഇദ്ദേഹം ഇന്നലെയൊന്നും ഇത് അറിഞ്ഞിരുന്നില്ലേ? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അവിടെ ചെല്ലുമ്പോൾ? ഈ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ഇന്നിപ്പോൾ ഈ ലോട്ടറി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഇവിടെയുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത്? ഇങ്ങനെ ഒരു ഞങ്ങളിപ്പോൾ തന്നെ അറിഞ്ഞുള്ളൂ. നിങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അടിച്ച കാര്യം. ലോട്ടറി എടുത്തിട്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷെ അടിച്ച കാര്യം ഒന്നും ശനിയാഴ്ച പറഞ്ഞിട്ടില്ല. ഇന്ന് ജോലിക്കുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, 10 വരെ ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാൽ മടങ്ങിയ ആൾക്ക് അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, ബാങ്കിൽ പോകണം തന്നെ പറഞ്ഞിട്ട് പോയത്. ലോട്ടറിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യാതൊരു ഭാവവ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. എല്ലാ ദിവസത്തെയും പോലെ നോർമലായിട്ട് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു കോൾ എടുത്തോട്ടെ ഞാനൊന്ന്. ലക്ഷ്മി, ഇന്ന് രാവിലെയും ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നിരുന്നു. ഒരു സാധാരണ ദിവസം പോലെ തന്നെയാണ് അദ്ദേഹം ഇവിടെ ജോലിക്ക് വന്നത്. എല്ലാ സഹപ്രവർത്തകരുമായിട്ട് ജോലിയുടെ കാര്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 10 മണിയോടെ തനിക്ക് വീട്ടിലേക്ക് പോകണം, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. വന്നപ്പോഴേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ സമയത്ത് ഈ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിതാവിനെ ആശുപത്രിയിൽ കാണിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് പോവുകയും ചെയ്തു. യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ലോട്ടറി എടുത്തിരുന്നു എന്നുള്ള കാര്യം അല്ലാതെ ലോട്ടറി അടിച്ചോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം ആരുമായി സംസാരിച്ചിരുന്നില്ല, പറഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയും ഇവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് പോലും യാതൊരു തരത്തിലും ഉള്ള ഒരു വ്യത്യാസവും ഉണ്ടാക്കിയിരുന്നില്ല എന്നതാണ് ഇത് തിരിച്ചറിയാതെ പോയത്. അതിനുശേഷം നാട്ടിലേക്ക് പോവുകയും അവിടെ ചെന്ന് ലോട്ടറിയുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്.
പുള്ളി തിരിച്ചു വരും എന്ന് തന്നെ ഇവിടെ സഹപ്രവർത്തകർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും വലിയ ഒരു അത്ഭുതവും ആകാംക്ഷയും ഒക്കെ ആയി പോയ ഒരു സംഭവം കൂടിയാണ്. ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു എന്തായാലും അദ്ദേഹം ആ സൂചനയുമില്ല. ഭാഗ്യത്തെ വളരെ സംയമനത്തോടെ ഡീൽ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളൊക്കെ ആണെങ്കിൽ അടിച്ചു മോനെ എന്ന് പറഞ്ഞ് അവിടെ ബോധം കെട്ട് വീണേനെ. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ ഒരു ഭാഗ്യശാലി, ഇത്രയും വലിയ തുകയുടെ ഒരു ഉടമയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ ഭാഗ്യക്കുറി അടിച്ചു എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നോ? ചിലരൊക്കെ വിളിച്ചു, പക്ഷേ ഒറ്റവാചകത്തിലൊക്കെയുള്ള മറുപടികളിലാണ്. മറ്റു തിരക്കുകളുണ്ട്, ആളുകൾ വേറെ വിളിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു തിരക്കുകളിലും കാര്യങ്ങളിലുമൊക്കെയാണ്. പക്ഷേ തിരികെ ഇവിടേക്ക് വരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഇവിടേക്ക് വരും എന്ന് തന്നെ പറയുന്നു. ജോലി രാവിലെ വന്ന് സാധാരണ പോലെ തന്നെ ജോലിയിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ജോലി എന്താണോ ആ ജോലി രാവിലെ മുതൽ 10 മണിക്ക് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോകുന്ന ആ അവധി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പെർമിഷൻ എടുത്തിരിക്കുന്ന സമയം വരെ ആ ജോലിയിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു എന്നതാണ്. അത്ര വലിയൊരു തുകയുടെ ഉടമയാണ്. വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നു, ഒരു ദിവസത്തേക്ക് ഇരിക്കാമായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ ജോലിക്ക് വന്നു രാവിലെ. അതിനുശേഷം വളരെ കൃത്യതയോടുകൂടി തിരികെ പോയി. ഏതായാലും ഒരു സംശയത്തിന് പോലും ശരത്ത് ഇട കൊടുത്തില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്ര വലിയ സന്തോഷമൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ച് ശരത്ത് അവിടെ ജോലി ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിച്ചു മോനെ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ വീണേനെ അപ്പം തന്നെ.